നമസ്കാരം സുഹൃത്തുക്കളെ. 2026 ജനുവരി മാസം ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ, അതായത് ഒരു ഡിപ്ലോമാറ്റിക് വിക്ടറിയുടെ പേരിലായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള അമേരിക്ക ഇന്ത്യക്ക് നേരെ തങ്ങളുടെ സാമ്പത്തിക ആണവായുധം, ഒരു എക്കണോമിക് ന്യൂക്ലിയർ വെപ്പൺ തന്നെ പ്രയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 500% നികുതി ചുമത്തും. ഇതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും പോലെ ഇന്ത്യയും സാമ്പത്തികമായിട്ട് തകരുമെന്നും മോദി അവസാനം മുട്ടുമടക്കി വൈറ്റ് ഹൗസിലേക്ക് വിളിച്ച് കാല് പിടിക്കുമെന്നും ലോകം കരുതി. പക്ഷെ സംഭവിച്ചത് നേരെ മറിച്ചു. ഈ കഴിഞ്ഞ 2026 ജനുവരി 13 അമേരിക്കയുടെ പുതിയ അംബാസഡർ സെർജിയോ ഗോർ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയത് ഭീഷണിയുമായിട്ടല്ല, മറിച്ച് സന്ധി സംഭാഷണവുമായിട്ടാണ്. എന്താണ് കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചത്? എങ്ങനെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അമേരിക്കയുടെ ബുള്ളിയിങ് ടാക്ടിക്സ്, അതായത് വിരട്ടൽ തന്ത്രങ്ങളെ തച്ച് തകർത്തത്? കർഷകരെയും രാജ്യത്തിൻ്റെ അഭിമാനത്തെയും വിട്ടുകൊടുക്കാതെ ഇന്ത്യ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപേക്ഷ കാണിക്കരുത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്നതാണ്. നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചുള്ള ചില വീഡിയോ ക്ലിപ്പുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഥ തുടങ്ങുന്നത് 2025 ഓഗസ്റ്റിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ട്രംപ് ഭരണകൂടം ആദ്യത്തെ വെടിപൊട്ടിച്ചു. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾ, രത്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം 50% നികുതി ചുമത്തി. ഇതൊരു ചെറിയ അടിയായിരുന്നില്ല. ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ 17% അമേരിക്കയിലേക്കാണ് പോകുന്നത്. ഈ 50% നികുതി വന്നതോടുകൂടി സൂറത്തിലെ വജ്രവിപണിയും തിരുപ്പൂരിലെ തുണി വിപണിയും എല്ലാം പ്രതിസന്ധിയിലായി. പക്ഷേ ട്രംപ് അവിടെ നിർത്തിയില്ല. 2026 ജനുവരി ആദ്യവാരം സെനറ്റർ ലിൻസി ഗ്രഹാം അവതരിപ്പിച്ച സാങ്ഷനിങ് റഷ്യ ആക്ട് 2025 എന്ന ബില്ലിന് ട്രംപ് പച്ചക്കൊടി കാണിച്ചു. സത്യത്തിൽ ഇതായിരുന്നു യഥാർത്ഥ ഭീഷണി. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഏത് ഉൽപ്പന്നത്തിനും 500% നികുതി. ഇത് വെറും ഒരു ഭീഷണിയല്ല, മറിച്ച് ഒരു രാജ്യത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ശ്രമമായിരുന്നു. ഇന്ത്യയുടെ $120 ബില്യൺ കയറ്റുമതി ഇല്ലാതാകും എന്നുള്ള ഒരു അവസ്ഥ. അമേരിക്കയുടെ ലക്ഷ്യം റഷ്യൻ എണ്ണ മാത്രമല്ലായിരുന്നു. അവർക്ക് ഇന്ത്യയുടെ സമ്പൂർണ്ണമായ വിപണി തന്നെ വേണമായിരുന്നു. ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾക്ക്, ഡയറി പ്രൊഡക്ട്സിന് ഇന്ത്യയിൽ അനുമതി നൽകുക. രണ്ടാമതായിട്ട്, ഇന്ത്യയിലെ കർഷകർക്ക് സർക്കാർ നൽകുന്ന സബ്സിഡികൾ, അതായത് MSP നിർത്തലാക്കുക. മൂന്നാമതായിട്ട്, അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനായിട്ട് അനുവദിക്കുക. ഇവിടെയാണ് മോദി സർക്കാർ തങ്ങളുടെ റെഡ് ലൈൻ, ഒരു ചുവന്ന വര വരച്ചത്. അമേരിക്കയിലെ വമ്പൻ ഡയറി ഫാമുകളിൽ പശുക്കൾക്ക് നൽകുന്ന തീറ്റയിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടാകാം. ഇത് ഇന്ത്യയിലെ മതപരമായ വിശ്വാസങ്ങൾക്കെതിരാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ 15 കോടി വരുന്ന ക്ഷീര കർഷകർ, അതായത് വെറും 2 പശുക്കളെ പോലും വളർത്തി ജീവിക്കുന്ന സാധാരണക്കാരുടെ ഉപജീവനമാണ് ഇത്. അങ്ങനെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ ഡയറി വിപണി തുറന്നു കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ക്ഷീരമേഖല മുഴുവൻ തകർന്നേന്. എൻ്റെ രാജ്യത്തെ കർഷകരെ ബലി കഴിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് കച്ചവടം വേണ്ട എന്ന ശക്തമായ നിലപാടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. ഇത് ട്രംപിനെ ചൊടിപ്പിച്ചു. പക്ഷേ ആ നിലപാടിൽ നിന്നും അണുയിട ചലിക്കാതെ ഇന്ത്യ ഉറച്ചു തന്നെ നിന്നു. ഭീഷണികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഭീഷണികളുടെ മുമ്പിൽ ഇന്ത്യ പകച്ചു നിന്നില്ല. പകരം നമ്മൾ 3 തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി. ഒന്നാമത്തേത്, റഷ്യൻ എണ്ണ കൊണ്ടുവരുന്ന കപ്പലുകൾക്ക് പാശ്ചാത്യ കമ്പനികൾ ഇൻഷുറൻസ് നിഷേധിച്ചു. കപ്പൽ മുങ്ങിയ പണം കിട്ടില്ല എന്ന അവസ്ഥ. ഇന്ത്യ ഉടനെ തന്നെ റഷ്യൻ ഇൻഷുറൻസ് കമ്പനികളായിട്ടുള്ള സോഗ്ലാസി, അതുപോലെ ഇങ്കോസ്ട്രാക്ക് എന്നിവയ്ക്ക് ഇന്ത്യയിൽ അംഗീകാരം നൽകി. ഒപ്പം ഇന്ത്യൻ സർക്കാർ തന്നെ ഗ്യാരണ്ടി നൽകുന്ന ഒരു സോവറിൻ ഇൻഷുറൻസ് പൂളും ഉണ്ടാക്കി. അതായത്, നിങ്ങളുടെ ഇൻഷുറൻസ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കപ്പലിൽ ഞങ്ങളുടെ ഇൻഷുറൻസിൽ ഞങ്ങൾ എണ്ണ കൊണ്ടുവന്നോളാം എന്ന നിലപാട്. ഇത് അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചു. അതിൻ്റെ ഫലമായിട്ട്
2025 അവസാനത്തിലും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 35.8% റഷ്യയിൽ നിന്ന് തന്നെ തുടർന്നു. അമേരിക്കയുടെ ഉപരോധം അങ്ങനെ കടലിൽ മുങ്ങിപ്പോയി. അമേരിക്ക വാതിൽ കൊട്ടിയടച്ചപ്പോൾ ഇന്ത്യ യൂറോപ്പിന്റെ വാതിൽ തുറന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ചർച്ചകൾ മോദി സർക്കാർ അതിവേഗത്തിലാക്കി. അങ്ങനെ ഈ വരുന്ന ജനുവരി 27 റിപ്പബ്ലിക് ദിനത്തിന് തൊട്ടു പിന്നാലെ ഈ കരാർ പ്രഖ്യാപിക്കപ്പെടാനും പോവുകയാണ്. ഇതോടെ ഇന്ത്യൻ തുണിത്തരങ്ങൾക്കും മരുന്നുകൾക്കും യൂറോപ്പിലെ 27 രാജ്യങ്ങളിൽ നികുതിയില്ലാതെ സീറോ ഡ്യൂട്ടിയിൽ വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അമേരിക്കയ്ക്ക് നഷ്ടമാകാൻ പോകുന്നത് ഇന്ത്യ എന്ന വലിയൊരു വിപണിയെ തന്നെയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ അമേരിക്കൻ ബിസിനസ്സുകാർ ഈ വിഷയം ട്രംപിനെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് ഡോളർ ഇല്ല എന്നുണ്ടെങ്കിൽ വ്യാപാരം നടക്കില്ല എന്നുള്ള ഒരു ധാരണ ഇന്ത്യ തിരുത്തിയത്. UAEയുമായിട്ടും റഷ്യയുമായിട്ടും നമ്മളിപ്പോൾ രൂപയിലാണ് വ്യാപാരം നടത്തുന്നത്. നമ്മുടെ UPI സംവിധാനം ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെട്ടതോടുകൂടി വിസ, മാസ്റ്റർ കാർഡ് ഭീഷണികളും ഇന്ത്യയുടെ അടുത്ത് വില പോവാതെയായി. പക്ഷേ ട്രംപിൻ്റെ നയങ്ങൾ ഫലം കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അത് ഫലം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിലല്ല എന്ന് മാത്രം. ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ അയൽ രാജ്യങ്ങളുടെ 2025 കണക്കുകളൊന്ന് നോക്കാം. പാകിസ്ഥാൻ കയറ്റുമതി 30% ഇടിഞ്ഞു, രാജ്യം ഒരുമാതിരി പാപ്പരായ അവസ്ഥ. ബംഗ്ലാദേശ് അവരുടെ ടെക്സ്റ്റൈൽ മേഖല തകർന്നു, കയറ്റുമതിയിൽ 11% കുറവ്. ചൈന അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 19% കുറഞ്ഞു. പക്ഷേ ഇന്ത്യയോ 50% നികുതി വന്നിട്ടും ഇന്ത്യയുടെ കയറ്റുമതി 22% വർദ്ധിച്ചു. അതെങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ കാരണം ലോകത്തിന് ഇന്ത്യയെ ആവശ്യമുണ്ട്. മരുന്ന്, IT, ഓട്ടോ പാർട്സ്, ഇതിനൊന്നും ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല. അമേരിക്കയുടെ മുമ്പിൽ വേറെ വഴിയുമില്ലായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക വില കൊടുത്തും വാങ്ങാനായിട്ട് അമേരിക്കൻ കമ്പനികൾ നിർബന്ധിതരായി. അതുവഴി ഇന്ത്യയെ തഴയാൻ കഴിയില്ല എന്നുള്ളത് ഈ കണക്കുകൾ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെയാണ് ക്ലൈമാക്സ്. തങ്ങളുടെ ഭീഷണികൾ ഏക്കില്ല എന്ന് കണ്ടപ്പോൾ അമേരിക്ക പതുക്കെ തന്ത്രം മാറ്റി. ഇന്ത്യയെ ശത്രുവാക്കിയാൽ ചൈന ജയിക്കുമെന്നുള്ള തിരിച്ചറിവും കൂടി അവർക്കുണ്ടായി. അങ്ങനെയാണ് ജനുവരി 14, 2026 പുതിയ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ ചുമതലയേൽക്കുന്നത്. അദ്ദേഹം ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനുമാണ്. അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശം സഹകരണത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റേതായിരുന്നു. അതിൻ്റെ തെളിവാണ് പാക്സ് സിലിക്ക. ചൈന ചിപ്പ് രംഗത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി അമേരിക്ക രൂപീകരിച്ച പുതിയൊരു സഖ്യമാണ് ഈ പാക്സ് സിലിക്ക. ഇതിലേക്ക് ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയാക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക ക്ഷണിച്ചിരിക്കുകയാണ്. കാരണം ഭാവിയിലെ യുദ്ധം ഡേറ്റയും AIയും ഉപയോഗിച്ചിട്ടായിരിക്കും. അവിടെ ഇന്ത്യയുടെ ബ്രെയിൻ പവർ ഇല്ലാതെ അമേരിക്കയ്ക്ക് നിലനിൽപ്പുമില്ല. അതുകൊണ്ട് തന്നെ 500% താരിഫ് എന്ന ഭീഷണി കടലാസിൽ മാത്രം ഒതുക്കി ഇപ്പോൾ വാഷിങ്ടൺ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ ഉടനെ പുനരാരംഭിക്കാനാണ്. അപ്പോൾ ഭാവി എന്താകും? നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രതിരോധം തന്നെ. ഇന്ത്യയുടെ ബ്രഹ്മോസ്, തേജസ് തുടങ്ങിയ അനേകം പദ്ധതികളെല്ലാം കൂടുതൽ വേഗത്തിലാകും. വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യ നല്ലപോലെ കുറയ്ക്കും. രണ്ടാമതായിട്ട് നയതന്ത്രം. ഇന്ത്യ പതുക്കെ ചേരിചേരാ നയമൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് എല്ലാ ചേരികളുമായിട്ടും സ്വന്തം നിബന്ധനയിൽ സഹകരിക്കുന്ന, അതായത് മൾട്ടി പോളാർ അലൈൻമെൻറ്റ് എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറും. പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ചർച്ചകളൊക്കെ പുനരാരംഭിക്കും. പക്ഷേ ഇന്ത്യ പഴയ പോലെ അമേരിക്കയുടെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കില്ല, കുനിഞ്ഞു കൊടുക്കില്ല. നരേന്ദ്ര ഒരിക്കലും സറണ്ടർ ചെയ്തിട്ടില്ല, ചെയ്യില്ല. സുഹൃത്തുക്കളെ, ഇത് വെറും ഒരു സാധാരണ രാഷ്ട്രീയ വിജയമല്ല. 1990കളിൽ നമ്മൾ കണ്ട ഇന്ത്യയല്ല 2026 ഇന്ത്യ. അന്ന് നമ്മൾ ഉപരോധം ഭയന്ന് പലതും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഉപരോധങ്ങളെ നമ്മൾ അവസരങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ, സ്വതന്ത്ര വിദേശ നയം എന്നിവയാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. നമ്മൾ ആരുടെ ശത്രുവല്ല, പക്ഷേ നമ്മൾ ആരുടെയും അടിമയുമല്ല. ഈ ശക്തമായ സന്ദേശം ഇന്ത്യ ലോകത്തിന് നൽകി കഴിഞ്ഞു. അമേരിക്കയുടെ മനംമാറ്റം ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം ഇന്ത്യയെ ബഹുമാനത്തോട് നോക്കിക്കാണുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ നമുക്ക് അഭിമാനമാണ്. ഇന്ത്യയുടെ കുതിപ്പ് ഓരോ ഭാരതീയനും അഭിമാനമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.